വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ നമ്മുടെ ഈ ഫുൾ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ ഒന്ന് അടുപ്പേ വെക്കണം കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കിനും നമുക്കിത് ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ശർക്കര പാനിക്കകത്ത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ട്, അതുപോലെ തന്നെ ഏത്തപ്പഴം അരിഞ്ഞതുണ്ട്, പിന്നെ തേങ്ങാ ചിരണ്ടിയതും. അപ്പം ഇത്രയും റാഗിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ശർക്കര ഞാൻ ഓൾറെഡി പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ആക്കാത്തൊരു ശർക്കര വെള്ളത്തിലിട്ടിട്ട് പാനിയാക്കി കുറുക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ നല്ലതായിട്ട് തിള കയറുന്നത്. അപ്പം ആ പാത്രത്തിലുള്ളതും എല്ലാം ഞാനങ്ങ് വടിച്ച് നന്നായിട്ട് അതിലോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുമ്പോഴത്തേക്കിനും ശർക്കരപ്പാനി ഇപ്പം ഇച്ചിരി നല്ല ഹാർഡായിട്ടായിരിക്കുന്നതെങ്കിലും അത് തിള കയറുമ്പോഴത്തേനും നന്നായിട്ട് ലൂസായിക്കോളും. നന്നായിട്ട് തിള കയറി പതഞ്ഞു പൊങ്ങുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുമ്പോൾ നമുക്ക് കൈ വിടാതെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഓൾറെഡി തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനിയാണല്ലോ, എന്തിനാണ് വീണ്ടും വീണ്ടും ചൂടാക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂട് കയറി വരണം. ഇച്ചിരി കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ശകല നേരം നമ്മൾ അടുപ്പത്ത് നിർത്തി അത് ചൂടാക്കിയതിൻ്റെ കാര്യം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള റാഗിപ്പൊടിയുടെ അളവിനനുസരിച്ചാണ് ഞാൻ എല്ലാ കൂട്ടും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തേലുമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം കൂട്ടുകൾ ചേർത്താൽ മതി. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ എടുത്തേക്കുന്ന പൊടിക്ക് അനുസൃതമായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് നേരം അടുപ്പിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. ചെറുപഴമോ ഏത്തപ്പഴമോ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഏത്തപ്പഴമായിരിക്കും കുറച്ചും കൂടെ ഒരു രുചി കൂടുതൽ തോന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏത്തപ്പഴം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഴമൊക്കെ കൂടുതൽ ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. ഞാൻ ഒറ്റ പഴം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ പഴമാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പം ഞാനൊരു ശകലം തേങ്ങായി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ശകലം നമ്മുടെ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെച്ചാൽ എല്ലാം കൂടെ ഇളക്കി വന്നപ്പോൾ ശർക്കരപ്പാനി ഒരു ശകലം കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതിന് അളവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിട കൊണ്ട് ഞാൻ ശകലം ഉപ്പ് നീരും കൂടെ ഉപ്പുപൊടി, അതായത് ഞാൻ കുറച്ച് ഉപ്പ് നീരാണ് ചേർത്ത് കൊടുത്തത്. നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടി കുഴയ്ക്കാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തെന്ന് വെച്ചാൽ മധുരം കൂടുതലാണെങ്കിൽ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഉപ്പുനീര് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് ശകലം റാഗിപ്പൊടി ചേർത്ത് കൊടുത്ത് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ഒരുമിച്ച് ആ പൊടി മൊത്തത്തിൽ ഇട്ടിട്ട് നമ്മൾ കുഴയ്ക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ പാടാകും. ശകലം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുവേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞു വരും. അപ്പം അങ്ങനെ കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഇട്ടിട്ട് ഇളക്കുമ്പോഴത്തേക്കിനും
കുഴയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനൊരു 3 വട്ടമായിട്ട് റാഗിപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തത്. ഒരുപാട് പൊടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. എപ്പോഴും പൊടി കുറച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടൊരു ശകലം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൊടി കേട്ടോ. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇലയും ഞാനിതുപോലെ വാട്ടിയെടുത്തിട്ട് നന്നായിട്ട് തൂത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണോ പരത്തി കൊടുക്കാൻ താല്പര്യം ആ രീതിയിൽ നമുക്ക് ഇലക്കകത്ത് പരത്തി കൊടുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മൾ നീളത്തിലാക്കി വെച്ച് കൊടുത്ത് ചുരുട്ടിയെടുത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഇലക്കകത്ത് മൊത്തത്തിൽ പരത്തിയൊക്കെ എടുത്ത് ഞാൻ നേരത്തെ പുഴുങ്ങിയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ആക്കിയെടുക്കാവേ. അപ്പം നമ്മുടെ കൊച്ചടുക്കള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടാലേ മുന്നോട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കില്ല കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണേ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കൂടി ഇതുപോലെ എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. ഓരോന്നായിട്ട് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഞാൻ ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പരത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എന്താ പറയുക, കുറച്ച് നല്ല കട്ടി കുറഞ്ഞിട്ട് കുറച്ചും കൂടെ നല്ല രസമായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഓൾറെഡി കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ രീതിക്ക് ഒന്നും കൂടെ നമ്മൾ ആക്കി നോക്കുന്നത് കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ എല്ലാം തന്നെ ഇലക്കകത്ത് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചെമ്പിൻ്റെ അകത്ത് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അമർത്തിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല ചതുരത്തിന് തന്നെ എല്ലാം ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്കകത്തെല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ചെമ്പിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. ചെമ്പിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി വെള്ളം വെച്ച് കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു എന്താ പറയുക, ആവി കയറി വരുന്ന ആ സമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പം നമുക്ക് ഓൾറെഡി അതിനകം ചൂടായിരിക്കും. ഇപ്പോൾ ചൂട് കയറി വരുന്നതേ ഉള്ളൂ, ഒരുപാട് ആവിയൊന്നും പുറത്തോട്ട് വരാറായിട്ടില്ല. എന്തായാലും നമുക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഒരു ശകല നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ ആ ചൂടത്ത് നിർത്തി തന്നെ കുഴച്ചൊക്കെ എടുത്തതുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം മൂടി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള റാഗി ഇലയട ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കണം, എന്നിട്ടാണ് ഫൈനൽ റിസൾട്ട് എന്തായെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് വേറെ ഉണ്ടാകത്തില്ല. കാരണം മധുരം ഉള്ളതായതുകൊണ്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ക്യാരറ്റും അതുപോലെ ജാഗരി ഒക്കെ ചേർത്തിട്ടാണ്, പിന്നെ റാഗിയും കൂടെ ആയതുകൊണ്ട് തന്നെ അടിപൊളി ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രയും നല്ല അടിപൊളി തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം മറക്കാതെ എല്ലാവരും നമ്മുടെ ഈ ഒരു റെസിപ്പി ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെന്ത് വന്നു കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഇരിക്കും, കാണാനും നല്ലൊരു ഭംഗിയാണ്. ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമാണ്. നമ്മൾ അതിൽ ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കൂടാതെ എണ്ണമയോ ഒന്നും ചേരാതെ തന്നെ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് 1-2 ഒക്കെ കഴിക്കുകയും ചെയ്യാം. കണ്ടോ, ഈ കാണുന്ന പോലെ അടിപൊളിയാണ്, കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുത്ത് നിങ്ങളൊന്ന് ട്രൈയും കൂടെ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.